वेलकम बैक टू माई क्लास। आज हम पढ़ते हैं नवी कक्षा के गिल्लू। पीड़ा की गायिका, विरह की साकार प्रतिभा एवं आधुनिक मीरा महादेवी वर्मा जी की एक संस्मरण है गिल्लू। आज हम गिल्लू के बारे में पढ़ते हैं। लेखिका के घर में സോൻജുക്കി का एक पौधा है. ലേഖികയുടെ വീട്ടിൽ ഒരു പവിഴമുല്ല ഉണ്ടായിരുന്നു. സോൻജുക്കി मीन्स പവിഴമുല്ല. सोनजुकी का एक पौधा है. उसमें एक पीला फूल आया है. उसे देखकर लेखिका के मन में अचानक गिल्लू की याद ताजा हो गई आई. गिल्लू इसी की सघन हरियाली में छिपकर बैठा करता था, परंतु आज तो वह मर चुका है. ആ പവിഴമുല്ലയുടെ ഹരിതമയിൽ എവിടെയെങ്കിലും ഗില്ലു ഒളിച്ചിരിപ്പുണ്ടായിരിക്കുമെന്ന് മഹാദേവി വർമ്മയ്ക്ക് തോന്നി. പക്ഷെ ഇന്നത് ജീവിതത്തിൽ നിന്നേക്കുമായി വിട പറഞ്ഞ് പോയിരിക്കുകയാണ്. पुराने दिनों की बात है. एक दिन महादेवी ने देखा कि वरांदे में दो कौवे कुछ खेल सा खेल रहे हैं. കുറെ പഴയ കാര്യമാണ്. ഒരു ദിവസം മഹാദേവി വർമ്മ കണ്ടു തൻ്റെ വരാന്തയിലെ തൻ്റെ പൂച്ചട്ടികൾക്കിടയിൽ രണ്ട് കാക്കകൾ എന്തോ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. जाकर देखा तो पता चला कि वे गमले और दीवार के बीच में फंसे एक बिलहरी के एक नन्हे बच्चों पर चोंच मार रहे हैं. നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ആ ചെടിച്ചട്ടിക്ക് ഇടയിൽ ഒരു കൊച്ചു അണ്ണാന്റെ കുഞ്ഞ് അതിനെയാണ് കൊത്തി വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. महादेवी ने उन्हें खड़ाया. गिलहरी का बच्चा गमले से छिपटा पड़ा था. उसके बचने की आशा नहीं थी. ആ മഹാദേവി വർമ്മ ഒന്ന് നോക്കി കാക്കയെ ഓടിച്ചുവിട്ട് ആ കൊച്ചു ജീവിയെ ഇങ്ങെടുത്തു. രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. महादेवी ने घायल बच्चे को उठाया और उसके खावों पर पेंसिलिन का लेप किया. उन्होंने इसे रुई की बत्ती से दूध पिलाने की कोशिश की. ആ ഗിൽഹരിയുടെ ബച്ചനെ എടുത്ത് പെൻസിലിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു. അതിനെ ചെറുക പാല് കുടിപ്പിക്കാനുള്ള ശ്രമം നടത്തി. തീസരെ ദിൻ വസ്വസ്തു ഹോ ഗയ. മഹാദേവി വർമ്മയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് മൂന്നാമത്തെ ദിവസം അത് രക്ഷപ്പെട്ടു. ആരോഗ്യവാനായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. वह लेखिका की उंगली को अपने नन्हे पंजों से पकड़कर इधर उधर देखने लगा. 3-4 मास में उसकी झब्बेदार पूंछ घनी हो गई और चमकीली आंखें सबको हैरान करने लगी. तभी उसका नाम रखा गया गिल्लू. അങ്ങനെ ഇടതൂർന്ന വാലും സുന്ദരനുമായ ആ അണ്ണാൻ കുഞ്ഞിന് മഹാദേവി വർമ്മ എന്തു പേരിട്ടു? ഗില്ലു എന്ന് പേരിട്ടു. उसे फूल की डालिया में रुई बिछाकर जगह दे दी गई और डालिया को तार पर लटका दिया गया. वह 2 वर्षों तक वही झूलता रहा और कांच के मनकों जैसी आंखों से इधर उधर देखता रहा. സുന്ദരമായ ഒരു പൂക്കളുടെ കൊട്ടയ്ക്കകത്ത് അതിന് വിരിപ്പൊക്കെ വിരിച്ച് ഒരു കൂട് ഒരുക്കി കൊടുത്തു. ഏകദേശം 2 വർഷത്തോളം ആ മനോഹരമായ കൂട്ടിലായിരുന്നു അതിൻ്റെ വാസം. മനോഹരങ്ങളായ തൻ്റെ കൊച്ചു കണ്ണുകൾ കൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഗില്ലു ലേഖിക का ध्यान अपनी ओर खींचना चाहता था. ഗില്ലു എപ്പോഴും ലേഖികയുടെ ശ്രദ്ധ തൻ്റെ മേൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. जब वह कुछ लिखने बैठती थी तो वह सर से पर्दे पर चढ़ता उतरता था. तब लेखिका उसे पकड़कर एक आई से लंबे लिम्फाफे में बंद कर देती थी, जिसके आगे वाले फागुमें से गिल्लू के पंजे और सिर निकल आते थे. ऐसी स्थिति में वह बाहर के क्रियाकलाप देखता रहता था. എഴുതുന്ന സമയത്തൊക്കെ ഒരു കവർ എടുത്ത് അതിനകത്തിൽ അടച്ചു വെക്കുമായിരുന്നു ഗില്ലുവിനെ. ഗില്ലു തല മാത്രം വെളിയിലിട്ട് ലേഖികയുടെ ക്രിയാപരിപാടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ഗില്ലു के जीवन में पहला वसंत आया. कुछ गिलहरियां खिड़की की जाली के पास आकर चिक चिक करने लगी. ഗില്ലുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വസന്തം വന്നു. കുറച്ച് ഗിൽഹരികള് അണ്ണാൻകൾ ഗില്ലുവിനെ കാണാനായിട്ട് ജനലിന്റെ അടുക്കൽ വന്ന് ചിക് ചിക് എന്ന് ഒച്ച വെക്കുകയുണ്ടായി. ഗില്ലു भी प्यार से बाहर झांकने लगा. ഗില്ലുവും വളരെ സ്നേഹത്തോടെ വെളിയിലേക്ക് നോക്കിയിരുന്നു. महादेवी ने उसकी जाली का एक कोना खोलकर उसे जाने का मार्ग दे दिया. മഹാദേവി വർമ്മ അതിന് ജനലിന്റെ ഒരു ഭാഗം തുറന്നുവിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയൊരുക്കി കൊടുത്തു.
ഉസ്നെ മുക്തി കി സാസ് ലി, ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അനുഭവിച്ചു. महादेवी जब भी अपना कमरा खोलकर अंदर आती थी, गिल्लू उसके सिर से पाव तक दौड़ लगाने लगता. എപ്പോഴെങ്കിലും വെളിയിൽ പോയിട്ട് മഹാദേവി വർമ്മ തൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ പാദ തൊട്ട് തല വരെ ചാടിക്കയറും. ക്രമ ബെൻഗയ, ഇതെന്നും ഗില്ലുവിന്റെ പതിവായ കാര്യം ആയിരുന്നു. അബ് ഗില്ലു അപ്പനെ സാത്തിയോं के बीच जाकर ഉൻകാ നേതാ ബൻ ഗയ. ഗില്ലു അങ്ങനെ തൻ്റെ മറ്റ് ഗിൽഹരിയുടെ കൂട്ടത്തിൽ പോയി അവളുടെ നേതാവായിട്ട് തീർന്നു. वो दिन पर पेड़ों की डालों पर उछलता कूदता रहता था. ദിവസം മുഴുവൻ അവരോടൊപ്പം ചാടി മറിഞ്ഞ് കളിച്ച് നടക്കുമായിരുന്നു. ठीक 4 बजे वापस अपनी जाली में आ जाता था. പക്ഷെ കൃത്യം എവിടെ പോയാലും 4 മണിയാവുമ്പോൾ തൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുമായിരുന്നു. ഉസ്മേ ലേഖികക്കോ ചൗങ്കാനേക്ക ഇച്ഛ ജാഗികയിക്ക്. എപ്പോഴും ലേഖികയെ അതിശയിപ്പിക്കുന്ന രീതികളായിരുന്നു ഗില്ലുവിൻ്റേത് മുഴുവനും. इसलिए वो कभी फूलदान में छिप जाता था, कभी पर्दे की चुन्नट में. ചിലപ്പോഴൊക്കെ എവിടെ ഇരിക്കും? ഫ്ലവർ വേസിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും, ചിലപ്പം ഷോളിനുള്ളിൽ കയറി ഒളിച്ചിരിക്കും. എന്തിനു വേണ്ടി? ലേഖികയെ അതിശയിപ്പിക്കുന്നതിന് വേണ്ടി. മഹാദേവിക്ക് ഘർ में अनेक പശു പക്ഷി थे. മഹാദേവിയുടെ ഫ്രണ്ട്സായിട്ട് ഒത്തിരി പക്ഷി മൃഗാദികൾ അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. സഫീക ലേഖികാസെ ലഗാവ് ഭി ഥ. എല്ലാവർക്കും ലേഖികയോട് മഹാദേവി വർമ്മയോട് നല്ല ബന്ധമായിരുന്നു. ഗില്ലിക്കു ചോടിക്കർ കോയി മഹാദേവിക്ക് താലിമേ ഖാന നഹി ഖാ സക. പക്ഷെങ്കിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കിടാൻ ഗില്ലുവിനല്ലാതെ വേറെ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. പകലെ വഗ് താലി മേഹി ആ ബൈഠാഥ. ആദ്യമൊക്കെ പ്ലേറ്റിൽ വന്നിങ്ങനെ ഇരിക്കുമായിരുന്നു. ഫിർ മഹാദേവിനെ ഉസെ താലിക്ക് പാസ് ബൈഠിന സിഖായ. പിന്നെ മഹാദേവി തന്നെ അവരുടെ പ്ലേറ്റിന്റെ അടുത്ത് ഇരിക്കാനായിട്ട് പഠിപ്പിച്ചു. वो बड़ी सफाई से एक एक चावल खाता और काजू कुदरता रहता था. काजू उसका प्रिय खाद्य था. നോക്കൂ, വളരെ വളരെ വൃത്തിയോടെ ഓരോ ചോറും എടുത്ത് കഴിക്കും. പിന്നെ ഏറ്റവും കാജു ആണ് അതിന് പ്രിയപ്പെട്ട ഭോജ്യവസ്തു. यदि उसे काजू ना मिलता तो वह अन्य खाद्य पदार्थ भी नहीं खाता था. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, കാജു ലഭിച്ചില്ലെങ്കിൽ വേറെ എത്ര ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിയാലും ഗില്ലു കഴിക്കുകയില്ല. एक बार एक मोटर दुर्घटना से घायल होकर महादेवी को अस्पताल में रहना पड़ा. ഒരിക്കൽ ഒരു മോട്ടോർ ആക്സിഡന്റിൽപ്പെട്ട് മഹാദേവി വർമ്മയ്ക്ക് എവിടെ നിൽക്കേണ്ടി വന്നു? ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഉൻ ദിനോ ഗുല്ലുനെ അപ്പന പ്രിയ ഖാദ്യ കാജു ബി നഹി ഖായ. ആ ദിനങ്ങളിൽ ഏറ്റവും വിശിഷ്ടപ്പെട്ട ഏറ്റവും പ്രിയ ഭോജ്യമായിരുന്ന ആ വസ്തു അദ്ദേഹം തൊട്ടേ നോക്കിയില്ല. उसे दिए गए सारे काजू उसकी जाली में पड़े हुए मिले. മഹാദേവി വർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അതിന് കൊടുത്തത്രയും ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ ചൂലയുടെ താഴെയായിട്ട് കിടക്കുന്നതായിട്ട് കണ്ടു. जब महादेवी अस्वस्थ होकर घर रही तो वह महादेवी के सिरहाने बैठकर अपने नन्हे नन्हे पंचों से उसके सिर और बालों को सहलाता था. ഒരു പരിചാരികയുടെ രൂപത്തിൽ ആ കൊച്ചു ഗില്ലു തൻ്റെ കൊച്ചു കരങ്ങൾ കൊണ്ട് തലയെ തടവിക്കൊണ്ടേയിരിക്കുമായിരുന്നു. മനു വോയി പരിചാരിക്കാഹോ. നമ്മൾക്ക് കാണുന്നവർക്ക് എന്തു തോന്നും? എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു പരിചാരികയുടെ രൂപത്തിൽ. ഗർമിയോമേ സുരാഹിസെ ചിപ്പുകാർ മഹാദേവിക്ക് പാസ് ബെനാരത്താഥ. പൂജയുടെ അടുത്ത് തണുപ്പ് പറ്റിപ്പോയിരിക്കും ചൂട് കാലത്ത്, അതിന് ചൂട് സഹിക്കാനായിട്ട് പറ്റാത്തപ്പോൾ. ഗിൽഹരിയോം കാ ജീവൻ 2 വർഷ ലംബാ ഹോത്ത ഹേ. അണ്ണാന്റെ ജീവിതം എത്ര വർഷമാണ്? ഏകദേശം 2 വയസ്സ് വരെയാണ് അതിൻ്റെ ആയുസ്. അപ്പൊ 2 വർഷമാണ് അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞു. അന്തിമ രാത്ത് ആനെ പർ ഗില്ലുവിനെ ഖാന പീന ചോട് ദിയ. നമ്മുടെ ഗില്ലുവിൻ്റെ അന്തിമ ദിനങ്ങൾ അടുത്തു. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉപേക്ഷിച്ചു. വെള്ളം കുടിക്കുന്നത് ഉപേക്ഷിച്ചു, ഭക്ഷണം കഴിക്കുന്നത് ഉപേക്ഷിച്ചു. രാത്തുക്കോ വഹാപ്പനെ ചൂലേസെ ഉദർക്കർ മഹാദേവിക്ക് ബിസ്തർ പർ ആ ഗയ. രാത്രിയിൽ
തൻ്റെ ചൂലയിൽ നിന്ന് ആ മഹാദേവി വർമ്മയുടെ ബിസ്തറിൻ്റെ അടുത്തേക്ക് വന്നു, ബെഡിൻ്റെ അടുത്തേക്ക് വന്നു. ഉസ്നെ മഹാദേവി की वह उंगली पकड़ ली जिसने बचपन में उसे बचाया था. തൻ്റെ കുട്ടിക്കാലത്ത് തന്നെ രക്ഷിച്ച ആ കരങ്ങൾ, കൊച്ചു വിരലുകൾ പിടിച്ചുകൊണ്ട് അവൻ തൻ്റെ അന്തിമ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. उसके पंजे ठंडे हुए जा रहे थे. മഹാദേവിനെ ഗർമി ദേനെ के लिए ഹീറ്റർ ജലായ. അപ്പോൾ അവൻ്റെ കുഞ്ഞു കരങ്ങൾ വളരെ തണുത്ത് മരവിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ മഹാദേവി ഹീറ്റർ ചൂടാക്കി ചൂട് കൊടുക്കാനുള്ള വളരെ ഒരു വിഫലമായ ശ്രമം നടത്തി. പരന്തു സുബഹ് ഹോനെ പർ വഹ് പ്രാൺ ചോടി ചുക്കാ ഥാ. പക്ഷെങ്കിൽ അതിരാവിലെ നേരം പുലരുന്നതിന് മുമ്പേ ആ പ്രാണൻ ആ ശരീരം വിട്ട് എന്നേക്കുമായി പോയി മറഞ്ഞിരുന്നു. ആ ഗില്ലു ക ചീല ഉദാർ ദിയാ ഗയാ ഹൈ. ഇപ്പോൾ ഗില്ലുവിൻ്റെ ആ ചൂല അഴിച്ചു വെച്ചിരിക്കുകയാണ്. പരന്തു ഖിഡ്കി ജാലി പർ അഭി കുച്ച് ഗിൽഹരിയാ ആതി ഹൈ. ഇപ്പോഴും പഴയതുപോലെ ഖിഡ്കിയുടെ അടുത്തായിട്ട് കുറെ ഗിൽഹരികൾ വരാറുണ്ട്. ഞാൻ ജാനെ ക്യാ ചിക് ചിക് കർത്തി രഹതി ഹൈ. ആർക്കറിയാം അവരെന്താണ് പരസ്പരം ചിക് ചിക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോൻജുഗി की लता के नीचे गिल्लू की समाधि बना दी गई है. മഹാദേവി വർമ്മ തൻ്റെ പ്രിയപ്പെട്ട ഗില്ലുവിൻ്റെ സമാധി സോൻജുഹിയുടെ താഴെയായിട്ട് ഒരുക്കി. യഹി ലത ഗില്ലു കോ ബഹുത് പസന്ദ് ഥി. ഈ സോൻജുഹിയുടെ ലത ഗില്ലുവിന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു.